കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഒരു പുതിയ പ്രോജക്റ്റിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ഒരുപക്ഷെ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഹാർഡ് ലൈറ്റ് സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് മാസ്ക് ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഫെദർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫെദർ ലെവൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ലെഫ്റ്റ് സൈഡിലായി എൻലാർജ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട രണ്ടാമത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായി ഒരൽപ്പം എൻലാർജ് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഈ ഇമേജ് ടൈം ലൈനിൽ നിന്നും ഒരു ചെറിയ ദൂരം മുൻപോട്ട് വെക്കുക. അതുപോലെ തന്നെ ഈ ലെയറിന്റെ ഡ്യൂറേഷനും ഒരൽപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് വൈപ്പ് ഡൗൺ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂറേഷൻ കൂട്ടി വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് ലെഫ്റ്റ് കൊടുക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെ ഡ്യൂറേഷനും വീഡിയോയ്ക്ക് വേണ്ട ലെവലിലേക്ക് മാത്രമാക്കി ട്രിം ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.